ഒരുപാട് ദുരന്തങ്ങളെ കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു മന്ത്രി തന്നെ ഒരു മഹാദുരന്തമാകുന്നതിൻ്റെ നേർസാക്ഷ്യമാണ് എനിക്ക് പിന്നിലെ ഈ സമുച്ചയം. ഞാൻ നിൽക്കുന്നത് താനൂരിലെ ഉണ്ണിയാലിലെ ഒരു മനോഹരമായ സ്റ്റേഡിയത്തിലാണ്. ഉണ്ണിയാൽ ഫിഷറി സ്റ്റേഡിയം സ്പോർട്സ് ആൻഡ് കോംപ്ലക്സ് എന്ന് പറയും. പക്ഷെ നാട്ടുകാർ പറയുന്നത് പട്രുമാൽ സ്റ്റേഡിയം എന്നാണ്. അതിനൊരു കാരണമുണ്ട്, കഥ പറയാം. വേണമെങ്കിൽ തോക്ക് നൽകാം, പക്ഷെ അത് ഉപയോഗിക്കരുത്, വെടിവെക്കരുത് എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു പ്രസിദ്ധമായ കോമഡിയെ അനുസ്മരിപ്പിക്കും വിധമാണ് താനൂരിലെ ഉണ്ണിയാലിലെ ഗ്രൗണ്ടിന്റെ അവസ്ഥ. ഗ്രൗണ്ട് നൽകാം, സ്റ്റേഡിയം ഉണ്ടാക്കാം, പക്ഷെ അത് ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ദുർഗതിയാണ്. കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രിയായ വി അബ്ദുറഹ്മാന്റെ നിയോജക മണ്ഡലമായ താനൂരിലെ ഉണ്ണിയാൽ ദേശത്തിന്റെ കഥയാണ്. ഈ നാട്ടിലെ ആളുകൾ, ചെറുപ്പക്കാർ, കൗമാരക്കാർ കളിച്ചും ചിരിച്ചും അവരുടെ സായാഹനങ്ങളും അവരുടെ മനോഹരമായ ജീവിതത്തെയും അടയാളപ്പെടുത്തിയ ഒരു ഗ്രൗണ്ടാണ് ഉണ്ണിയാൽ ഗ്രൗണ്ട്. ഇന്ന് ആ ഗ്രൗണ്ടിൽ കളി നടക്കാൻ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിനെ ഒരു സ്റ്റേഡിയമാക്കി മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ആത്മസംതൃപ്തിയോടെയും വല്ലാത്തൊരു ആഹ്ലാദത്തോടെയും ഈ ജനത അത് ഏറ്റുവാങ്ങിയതാണ്. പക്ഷേ അവരെ കാത്തിരിക്കുന്നത് വല്ലാത്തൊരു ദുർഗതിയാണെന്ന് അന്ന് അവർ മനസ്സിലാക്കിയില്ല. ശേഷം ഉദ്ഘാടന ശേഷം പൂട്ടിയിട്ടതാണ്. മനോഹരമായ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കിയിരിക്കുന്നു, ബാഡ്മിന്റൺ ഏരിയകൾ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആകെ നടക്കുന്നത് പട്ടുറുമാല് നടക്കും. ആദ്യം ഗ്രൗണ്ട് ഉള്ളതും ഇപ്പൊ സ്റ്റേഡിയം വന്നതിന് ശേഷം അവിടെ ഉണ്ടായത് ഒരു 3 പട്ടുറുമാല് നടന്നല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഏറ്റവും വിചിത്രവും രസാവഹവുമായ ഒരു കാര്യം, കായിക വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായ താനൂർ നിയോജക മണ്ഡലത്തിലെ കായികോത്സവം തിരൂരിലെ സ്റ്റേഡിയത്തിലാണ് അത്രയും നടത്താറുള്ളത്. ഇതിലും വലിയ നാണക്കേട് എന്താണ് അദ്ദേഹത്തിന് വന്നു ഭവിക്കാനുള്ളത്? ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്ന പോലെ അനവധി ഷട്ടർ റൂമുകളും നിർമ്മിച്ചിരിക്കുന്നു. പക്ഷെ ഇതൊന്നും ആളുകൾക്ക് തുറന്നു കൊടുക്കുന്നില്ല. ആവശ്യങ്ങൾക്കനുസരിച്ച് ആളുകൾ ചോദിക്കുമ്പോഴും ചില സാങ്കേതിക പ്രയാസങ്ങൾ പറഞ്ഞ് അതിനെ മുടക്കി വെക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിലെ താല്പര്യം ചില നിർമ്മിതികൾ ഉണ്ടാക്കി അതിൽ നിന്നെല്ലാം കമ്മീഷൻ പറ്റുക എന്ന മന്ത്രിയുടെ താല്പര്യത്തെ മാത്രം കേന്ദ്രീകരിച്ചാണോ ഇത്തരം സമുച്ചയങ്ങളും പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ചതെന്ന് സംശയിക്കേണ്ടി വരുന്നു. സ്വാഭാവികമായും ഈ കെട്ടിടവും സമുച്ചയവും ഒക്കെ പിന്നെ എന്താണ് ചെയ്യുന്നതെന്നൊരു ചോദ്യമുണ്ട്. രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ മദ്യചഷകങ്ങൾ കൂട്ടിമുട്ടാനും സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുമുള്ള ഒരു ദുരവസ്ഥയിലേക്ക് ഈ നാടിന്റെ മനോഹരമായി കളിമൈതാനത്തിലെ ഈ സമുച്ചയങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരുടെ കെടുകാര്യസ്ഥതയാണ്? ഇവിടുത്തെ കായിക വകുപ്പ് മന്ത്രിയുടെ നാടായ താനൂർ എന്ന തന്റെ മണ്ഡലത്തിൽ ഇതാണ് അവസ്ഥ എങ്കിൽ കേരളത്തിലെ മറ്റു മേഖലയിലെ കായിക ലോകത്തെ ശോചനീയാവസ്ഥയെ നമ്മൾ പരിതപിക്കുന്നതിൽ, കുറ്റം പറയുന്നതിൽ എന്തർത്ഥമാണ്? സ്വന്തം നാട്, സ്വന്തം നിയോജക മണ്ഡലം, അതിലെ നാട്ടുകാരുടെ രോദനം അത് കേൾക്കാനാകാത്ത മന്ത്രിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ സങ്കടം കേൾക്കാനാവുക?